ഹലോ, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നേക്കുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരു കുഞ്ഞു ഫിഗറിൻ്റെ കഥയാണ്. കുഞ്ഞു ഫിഗറിൻ്റെ കഥയെന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞു ഫിഗറിനെ തുരത്തിയ കഥ. ഞാൻ 4 മാസമായിട്ട് പല രീതികളും നോക്കി ഇവനെ തുരത്താനായിട്ട്, എന്നിട്ടൊന്നും അവൻ വീണിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ എഫക്റ്റീവായിട്ടുള്ളൊരു വഴി കണ്ടുപിടിച്ചു. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നേക്കുന്നത് കേട്ടോ. കുഞ്ഞു ഫിഗറിനെ നിങ്ങൾക്ക് അറിയാവോ? ആരാന്ന് കണ്ടുപോയി. ഫുള്ള് നൈസായിട്ടുള്ളൊരു ഫൈനായിട്ടുള്ള പൗഡറാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഉള്ള ആ കട്ടകൾ ഉടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എവിടെയെങ്കിലും തട്ടിയിടാവുള്ളൂ. നമ്മളൊരു ചെറിയൊരു ലെയറായിട്ടാണ് ഇത് ഇടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പാറ്റുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് സൂക്ഷിക്കണം. ഫുഡ് വയ്ക്കുമ്പോഴത്തേക്ക് ചെറിയ ഹോള് പോലും അടച്ച് വെച്ചിട്ടേ വെക്കാവുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചതാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അസുഖങ്ങൾ വരുത്തുന്ന കാരണങ്ങളുണ്ട്. പിന്നെ ഇതിൽ ബാക്ടീരിയ കൂട്ടമായിട്ട് ഈ പൊടി ഇങ്ങനെ ഇടണമെന്നില്ല. ഇതിനെ പരത്തി കാണാൻ പറ്റാത്തൊരു ചെറിയ ലെയറാക്കുക. അതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറത്തോട്ട് എന്തായാലും നടക്കും. അതിനുശേഷം ഇത് പാറ്റ ഡീഹൈഡ്രേറ്റ് ആയിട്ടാണ് ചാവുന്നത്. അപ്പോൾ മാക്സിമം വെള്ളമൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിച്ചണിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ രാത്രിയൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി പോവുകയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് മാറ്റാം. പിന്നൊരു കാര്യം, ഒരു മീഡിയം ലെവലിലുള്ള കേസാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ മറ്റേ കൃഷി പോലെ നിറയുള്ള സ്ഥലത്ത് പെസ്റ്റ് കൺട്രോളൊക്കെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അത് പിന്നെ മാക്സിമം കുറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ആക്ഷൻ എടുക്കാൻ നോക്കുക. കൃഷിയാക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത്, അത് പാടാണ്. പിന്നെ അങ്ങനെ പെസ്റ്റ് കൺട്രോളൊക്കെ ചെയ്യുന്നത് ഒരു 150 dirhams മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് കണ്ടത്. പക്ഷേ നമുക്കിതൊരു 10 dirhamsൽ കാര്യം നടത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എഫക്റ്റീവ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.